بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام أبو عبد الله البخاري رحمه الله تعالى ونفعنا بعلومه باب أي الإسلام أفضل ഇസ്ലാമിൽ വെച്ച് ഇസ്ലാം ഉടയതായ ആളുകളിൽ വെച്ച് ഏറ്റവും പോരിശയായത് ഏത്, ആര് എന്ന് വിശദീകരിക്കുന്ന ബാബാകുന്നു. ഇവിടെ ബാബു അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഇക്കാര്യത്തിൻ്റെ മേൽ അയ്യോ, ഇനി ബാബുൻ അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ബാബുൻ ഇതൊരു ബാബാകുന്നു. ഇതടുത്ത് തീർന്നു. എന്നിട്ട് വിഷയം പറയാം. അയ്യുൽ ഹെഡിങ് അയ്യുൽ ഇസ്ലാമി അഫ്ളലു, അയ്യു അസ്ഹാബിൽ ഇസ്ലാം, അയ്യു ദവിൽ ഇസ്ലാം, അയ്യു ദവിൽ ഇസ്ലാം, ഇസ്ലാം ഉടയവരിൽ വെച്ച് മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും പോർച്ചയായവർ ആരാണ്. തൊട്ട് മുമ്പത്തെ ബാബ്, രണ്ട് ബാബും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ ഫിഖ്ഹ് ബാബിലാണ് എന്നാണ് സാധാരണ എല്ലാവരും പറയൽ. തൊട്ട് മുമ്പത്തെ ബാബ് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അവിടെ തൊർഫൈനി മാരിഫയാണ്, അത് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അവൻ്റെ നാവിനെ തൊട്ടും കയ്യെ തൊട്ടും രക്ഷപ്പെട്ടവർ മാത്രമാകുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുവാൻ നാവ് കൊണ്ടോ കൈകൊണ്ടോ ഉപദ്രവിക്കുന്നവൻ മുസ്ലിമല്ല എന്ന് വരും മഫ്ഹൂം മുഖാലഫ കൊണ്ട്. അതിന് കൈത് കൊടുക്കുകയാണ് ഇമാം ബുഖാരി ഈ ബാബ് കൊണ്ട്. അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഹദീസിൽ വരാൻ പോകുന്ന പ്രയോഗമാണ്, ചോദ്യമാണത്. അതിൻ്റെ മറുപടി പറയുന്നത് ഇതേ മുമ്പ് പറഞ്ഞ ബാബുൻ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂനാറിന് ബാബിൽ പറഞ്ഞ 110-ാമത്തെ ഹദീസിൽ അല്ല 10-ാമത്തെ ഹദീസിൽ പറഞ്ഞ അതേ വിഷയമാണ്. നോദാൻ പോകുന്ന 11-ാമത്തെ ഹദീസാണ്. എന്താ, സ്വഹാബത്ത് ചോദിക്കുകയാണ് അയ്യുൽ ഇസ്ലാമി അഫ്ളലു. റസൂലുള്ളാഹി പറഞ്ഞു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അതേ ഹദീസ് തന്നെയാണ് കൊണ്ടുവരുന്നത്. തൊട്ടുമ്പത്തെ ബാബിൽ ഹദീസിന് രണ്ട് ഇച്ചിരൻ്റെ കാര്യം കൂടി ചർച്ച ചെയ്തിരുന്നു, ആ ഭാഗത്തിലില്ല. അപ്പം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന് പറഞ്ഞാൽ അവിടെ അൽ മുസ്ലിമു മുബ്തദ കൊടുത്തിട്ടാണ് പറയുന്നത്, തൊർഫൈനി മാരിഫയാണ്. അപ്പം ലിസാനിനെ തൊട്ട് രക്ഷപ്പെട്ടവൻ മാത്രമേ മുസ്ലിമാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാമിലായ മുസ്ലിം എന്നാണ് എന്ന് ഈ ബാബ് കൊണ്ട് കൈത് കൊടുക്കുക. അഫ്ളലിനെ പറ്റിയാണ് അവിടെ ചർച്ച ചെയ്യുന്നത് എന്നല്ലാതെ അസ്ലി ഇസ്ലാമിനെ പറ്റിയോ അസ്ലി മൂമിൻ ഈമാനിനെ പറ്റിയോ എല്ലാം ചർച്ച ചെയ്യുന്നത് എന്ന് ഈ ബാബ് കൊണ്ട് ഇമാം ബുഖാരി വരുത്തി തീർത്തു. അതാണ് ഇമാം ബുഖാരിയുടെ ബാബിൻ്റെ പ്രത്യേകത. ഒരു ബാബിൽ വന്ന ഹദീസിനിക്ക് അല്ലെങ്കിൽ ബാബിനിക്ക് മറ്റേ ബാബ് കൊണ്ട് കൈത് കൊടുക്കും. അത് കൈത് കൊടുത്തതാണിത്. ഈ ബാബ് കൊണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ബാബിനിക്ക് കൈത് കൊടുത്തു. എന്താ, മുസ്ലിമി എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അവൻ്റെ ലിസാനെ തൊട്ടും കരങ്ങളെ തൊട്ടും രക്ഷപ്പെട്ടവൻ മാത്രമാണ് എന്ന് പറഞ്ഞത് അത് അഫ്ളലായ മുസ്ലിമിനെ പറ്റിയാണ്, കാമിലായ മുസ്ലിമിനെ പറ്റിയാണ് എന്ന് ഈ ബാബ് കൊണ്ട് കൈത് കൊടുത്തു. وبه قال الشيخ الإمام الحافظ أبو عبد الله محمد بن إسماعيل بن إبراهيم بن المغيرة البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا سعيد بن يحيى بن سعيد القرشي قال حدثنا أبي قال حدثنا أبو بردة بن عبد الله بن أبي بردة عن أبي بردة عن أبي موسى رضي الله عنه وعنهم أنه قال قالوا يا رسول الله
അയ്യുൽ ഇസ്ലാമി അഫ്ളലു ഖാല മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ബാബും ഹദീസുമായിട്ടുള്ള പ്രശ്നമില്ല. മെയിൻ കിതാബുൽ ഈമാനായിട്ടും മുനാസബത്തുണ്ട്. ബാബിൽ വന്ന ചോദ്യം തന്നെയാണല്ലോ ഹദീസിലുള്ള ചോദ്യം. മുനാസബത്ത് ഇവിടെ വളരെ വ്യക്തമായ മുനാസബത്തുള്ള ഹദീസുകളാണ്. ഈ ഹദീസിലുള്ള റാവികൾ ആദ്യമായി ഒന്നാമത്തെ ഇമാം ബുഖാരിയുടെ ഉസ്താദ് സഈദ് ബിൻ യഹ്യ ബിൻ സഈദ് അൽ ഖുറശി എന്ന് പറയുന്ന മഹാനാണ്. അവര് അബൂ ഉസ്മാൻ എന്ന പേരിലാണ് ഈ സഈദ് എന്നവര് അറിയപ്പെടൽ. അബൂ ഉസ്മാൻ ശിഹാബു സിത്തയുടെ എല്ലാ മുഹദ്ദിസീങ്ങളുടെയും ഉസ്താദായിട്ട് ബഹുമാനപ്പെട്ട സഈദ് ബിൻ യഹ്യ എന്നവർ വരുന്നുണ്ട്. ഇബ്നു മാജക്ക് നേരിട്ട് അവർ തൊട്ട് റിവായത്തില്ല. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അഹ്മദ്, അബൂ സുറ, അബൂ ഹാത്തിം, ഇബ്രാഹിം അൽ ഹർബി, ബഗ്വി, ഇങ്ങനെ ഇതുപോലെയുള്ള വലിയ വലിയ മഹാന്മാർ അവർ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം വലിയ വലിയ ശിഷ്യന്മാരുള്ള മഹാനാണ് സഈദ് ബിൻ യഹ്യ എന്നവർ. അവരുടെ വഫാത്ത് 249 അവരെ സംബന്ധിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതോടുകൂടെ തന്നെ അവർ ഏറ്റവും വലിയ മുഹദ്ദിസീങ്ങളിൽപ്പെട്ട ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ ഷർത്തുകളും ഒത്ത ആളാണ് എന്ന് ബുഖാരി ഇമാം ഹദീസ് ഷെയ്ഖായി അംഗീകരിച്ചു. ബുഖാരിയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തതോടുകൂടെ അവർ സ്വദൂക്കാണെന്ന് വന്നു. എന്നാലും അബൂ ഹാത്തിം എന്നവർ അവരെ പറ്റി പറയുന്നത് സ്വദൂക്കുൻ, സത്യം ധാരാളം പറയുന്നവരാണ്, കളവ് തീരെ പറയാത്തവരാണ് ഹദീസിന്റെ വിഷയത്തിൽ. ഇമാം നസായി പറഞ്ഞതാ, യഅ്കൂബ് ബിൻ സുഫിയാൻ സഈദ് വഅബൂഹു യഹ്യ. നസായിയും യഅ്കൂബ് ബിൻ സുഫിയാനും എന്നിവർ രണ്ടാളും പറയാണ് സഈദും വഅബൂഹു യഹ്യ, സഈദിന്റെ പിതാവായ യഹ്യ എന്നവർ. യഹ്യ ഇവിടെ ഹദീസിൽ വരുന്നുണ്ട്. കാരണം സഈദിന്റെ ഉസ്താദായിട്ട് വരുന്നത് യഹ്യ ബിൻ സഈദാണ്. അവർ രണ്ടാളും സിഖത്താണ് എന്നാണ്. പക്ഷേ ഈ യഹ്യ എന്നവരെക്കാളും കുറച്ചും കൂടി ഒരു പടി മുമ്പിലായിരുന്നു സഈദ് എന്നവർ. രണ്ടാളും വലിയ മഹാന്മാർ തന്നെയാണ്. അവരുടെ പിതാവായി വരുന്നത് ആശി എന്ന് പറയുന്ന ആളാണ്. സഈദ് ബിൻ യഹ്യ ബിൻ അബാൻ ബിൻ സഈദ് ബിൻ ആസി ബിൻ ഉമയ്യ. ആ ആശി എന്നവർ ബദർ യുദ്ധത്തിൽ കാഫിരീങ്ങളെ കൂടെ വന്നു കാഫിറായി കൊല്ലപ്പെട്ട ആളാകുന്നു. രണ്ടാമത്തെ ആള് സഈദ് പറഞ്ഞ കാല ഹദ്ദസനാ അബീന. ആരാണ് അബ് യഹ്യ എന്നവർ? സഈദ് ബിൻ യഹ്യ ബിൻ സഈദിൻ, സഈദിന്റെ മകനായ യഹ്യന്റെ മകനായ സഈദ്. ആ സഈദ് എന്നവർ പറയാണ് കാല ഹദ്ദസനാ അബി, എൻ്റെ അബ് ഹദീസ് പറഞ്ഞു. പിതാവ് പറഞ്ഞ യഹ്യ ബിൻ സഈദ്. ഈ യഹ്യ ബിൻ സഈദ് എന്നവർ ധാരാളം വലിയ വലിയ ആളുകളെ ഹദീസ് തൊട്ട് യഹ്യ അൽ അൻസാരി എന്നവർ, ഹിശാം ബിൻ ഉർവ, യസീദ്, ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാന്മാർക്ക് ഉസ്താദാണ്. യഹ്യ ബിൻ മഈൻ എന്നവർ ഈ യഹ്യ ബിൻ സഈദിനെ പറ്റി പറയുന്നത് ഹുവ മിൻ അഹ്ലി സിദ്ഖി വലൈസ ബിഹി ബഅസുൻ. യഅ്കൂബ് ബിൻ സുഫിയാൻ എന്നവരും പറയുന്നത് സിഖത്തുൻ. അവിടെ വഫാത്ത് നടക്കുന്നത് 174 ഏകദേശം വഫാത്താകുമ്പോൾ അവർക്ക് 80 വയസ്സുണ്ട്. അവരെ തൊട്ട് ധാരാളം ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യഹ്യ ബിൻ സഈദ് എന്ന ഈ മഹാൻ എന്ന പേരിൽ ശിഹാബു സിത്തയിൽ തന്നെ 4 പേരുണ്ട്. യഹ്യ ബിൻ സഈദ് എന്ന പേരിൽ, സഈദിന്റെ മകനായ യഹ്യ എന്ന മുഹദ്ദിസുകൾ എന്ന പേരിൽ 4 മുഹദ്ദിസുകളുണ്ട്. ഒന്ന് ഈ യഹ്യ ബിൻ സഈദ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സഈദ് എന്നവരുടെ ഉസ്താദായ ബുഖാരി ഇമാമിന്റെ ഉസ്താദായിട്ടുള്ള ഉസ്താദിന്റെ പിതാവും ഉസ്താദുമായിട്ടുള്ള യഹ്യ ബിൻ സഈദ്. രണ്ടാമത്തത് യഹ്യ ബിൻ സഈദ് തൈമി എന്നവരുണ്ട്. മൂന്നാമത്തെ യഹ്യ ബിൻ സഈദ് ബിൻ ഖൈസുൻ അൽ അൻസാരി എന്നവരുണ്ട്. നാലാമത്തെ യഹ്യ സഈദ് ബിൻ ഫറൂഖ് അൽ ഖത്താൻ, യഹ്യ ബിൻ ഖത്താൻ എന്ന് പറയുന്ന മഹാനായ മുഹദ്ദിസ്. ഇങ്ങനെ 4 യഹ്യ ബിൻ സഈദ് എന്ന പേരിൽ അറിയപ്പെടുന്ന 4 ആളുണ്ട്.
പിന്നെ മൂന്നാമത്തെ ആള് നമ്മൾ ഈ സനദിൽ സഈദ് എന്നവരുടെ ഉസ്താദ്, അവരുടെ പിതാവായ യഹ്യ, അവരുടെ ഉസ്താദായി വരുന്നത് അബൂ ബുർദത്ത് ഇബ്നു അബ്ദില്ലാഹി ഇബ്നു അബീ ബുർദ എന്നവരാണ്. അബൂ ബുർദ. മൂന്നാമത്തെ ആള് അബൂ ബുർദത്ത് ഇബ്നു അബ്ദില്ലാഹി ഇബ്നു അബീ ബുർദ എന്ന മഹാനാണ്. അവരുടെ പേര് ബുറൈദ് എന്നാണ്. അദ്ദേഹം ബുറൈദ് എന്ന അബൂ ബുർദ എന്ന മഹാൻ അവരുടെ പിതാവിനെ തൊട്ടും അവരുടെ വല്ലിപ്പാനെ തൊട്ടും ഹസൻ ബസരിയെ തൊട്ടും അത്താ ഇബ്നു അബീ റബാഹിനെ തൊട്ടുമെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം അവരുടെ ഉസ്താദുമാരാണ്. അബ്ദുല്ലാഹി മുബാറക്കിനെ പോലെയുള്ള വലിയ വലിയ മഹത്തുക്കൾ അവർക്ക് ശിഷ്യനായിട്ടുമുണ്ട്. മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ അവരെ സംബന്ധിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. ഇമാം ബുഖാരി അവരുടെ ഉസ്താദന്മാരുടെ പട്ടികയിൽ പെടുത്തിയതോടുകൂടെ തന്നെ രണ്ടാമതൊന്ന് നമുക്ക് ആലോചിക്കേണ്ടതില്ല. ബുഖാരി ഇമാമിൻ്റെ അത്ര വലിയ ഒരാൾ ഇവിടെ ലോകത്ത് വേറില്ലാത്തത് കൊണ്ട് തന്നെ ഹദീസിൻ്റെ വിഷയത്തിൽ അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ അവർ സിഖത്താണെന്ന് ഉറപ്പായി. എന്നാലും അബൂ ഹാത്തിം, നസായി പോലെയുള്ളവരൊന്നും ഇവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തില്ല. അത്ര തന്നെ വലിയ ആളല്ല എന്നൊരു അഭിപ്രായം അവർക്കുണ്ട്. പക്ഷേ കൂടെ ഉറങ്ങിയവർക്കല്ലേ അവരെ സംബന്ധിച്ച് കൂടുതലായി അറിയുള്ളൂ. രാപ്പണി കൂടെ ഉറങ്ങിയവർക്കേ അറിയുള്ളൂ എന്ന മാതിരി അവരെ സംബന്ധിച്ച് കൂടുതൽ പഠിച്ച മഹത്മാരായ പണ്ഡിതന്മാർ തൊട്ട് ഇമാം ബുഖാരി അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി അവരെ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ വിശ്വസ്തരാണെന്ന് ബോധ്യപ്പെട്ടു. ഇമാം ബുഖാരി തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഹ്മദ് ഇബ്നു അബ്ദുള്ള പറയുന്നത് കൂഫിയുൻ സിഖത്തുൻ, ധാരാളം ശിഷ്യന്മാരുള്ള മഹാനായ വ്യക്തിയാണ്. സിഹാഉ സിത്തയിൽ ഇവരുടെ ഹദീസുണ്ട്. ആ സിഹാഉ സിത്തയുള്ള ഹദീസിൽ ബുറൈദ് എന്ന അബൂ ബുർദ, അത് ഇവർ മാത്രമേ ഉള്ളൂ, ഒരാളില്ല. നാലാമത്തെ റാവി ബുറൈദ് എന്നവരുടെ പിതാവ് അബ്ദുല്ലാഹി ഇബ്നു അബീ ബുർദ, അബൂ ബുർദത്ത് ഇബ്നു അബ്ദില്ലാഹി ഇബ്നു അബീ ബുർദ അൻ അബീ ബുർദത്ത എന്ന് പറയുന്ന അബൂ ബുർദയുടെ ഉസ്താദായ അബൂ ബുർദ എന്ന് പറയുന്നവർ രണ്ടും പേര് ഒന്നുള്ളൂ. ഒന്ന് പേരക്കുട്ടിയാണ്, മറ്റത് വല്ലിപ്പയാണ്. പേര് രണ്ടാം വല്ലിപ്പാൻ്റെയും പേരക്കുട്ടിൻ്റെയും പേരൊന്നാണ്. വിളിപ്പേര് കുഞ്ഞത്തരം ഒന്നാണ്, പക്ഷെ ഇസ്മരം രണ്ടാ. പേരക്കുട്ടിൻ്റെ പേര് അബൂ ബുർദത്ത് ഇബ്നു അബ്ദില്ല എന്നിവരുടെ പേര് ബുറൈദ് എന്നും. അബൂ ബുർദ എന്ന് പറയുന്ന ഈ റാവിയായ അവരുടെ ഉസ്താദായ നാലാമത്തെ റാവി അവരുടെ വാപ്പാൻ്റെ പേര് ഹാരിസ് എന്നാണ്. അതല്ല ആമിറാണെന്നും അഭിപ്രായമുണ്ട്. അവരുടെ പിതാവിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, ഇങ്ങനെയുള്ള മഹാന്മാരെ തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ താബിയാണ്. അവരെ തൊട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ശഅബി റളിയല്ലാഹു അൻഹു, ശഅബിയുടെ മക്കളായ അബൂബക്കർ, അബ്ദുല്ലാ, സഈദ്, ബിലാൽ, ഇങ്ങനെയുള്ള മഹാന്മാരെല്ലാവരും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു മഹാനാണ് അബൂ ബുർദ എന്ന് പറയുന്ന അബൂ മുസൽ അശ്വരിയുടെ ശിഷ്യനായ മഹാനായ അബൂ ബുർദ റളിയല്ലാഹു അൻഹു. അവര് കൂഫയിൽ ശുറൈഹ് എന്ന് പറയുന്ന മശൂറായ ലോകപ്രസിദ്ധമായ ഖാദി ശുറൈഹ്, അവരെ ശേഷം കൂഫയിലെ ഖാദി അബൂ ബുർദ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവരുടെ വഫാത്ത് നടക്കുന്നത് 103 ഹിജ്റ 103 ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സിഖത്തായ മഹാനായ വ്യക്തിയാകുന്നു അവർ. അഞ്ചാമത്തത് നമ്മുടെ സനദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നബി മൂസ പറഞ്ഞ അബൂ മൂസ അതാണ്. അബൂ മൂസൽ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് ഇബ്നു സുലൈമാൻ ഇബ്നു ഹല്ലാർ
അൽ അശ്അരി അസ്വഹാബിയുൽ കബീർ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നുബുവത്തിന്റെ മുമ്പ് തന്നെ മക്കയിൽ വന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് തുടങ്ങിയ ആദ്യ ഘട്ടത്തിൽ തന്നെ മുസ്ലിമായി. അങ്ങനെ യമനിലാണ് ശരി, യമനിലേക്ക് തിരിച്ചു പോവുകയും പിന്നെ മദീനയിലേക്ക് ഖൈബർ യുദ്ധം നടക്കുന്ന കാലത്ത് തിരിച്ചു വരികയും ചെയ്തവരാണവർ. ഹിജ്റ വന്നവരാണ്. ആ ഹിജ്റ വരുമ്പോൾ അശ്ശരിയാക്കളിൽപ്പെട്ട നേതാക്കന്മാരായ 50ഓളം പ്രമുഖരെയുമായാണ് മഹാനവറുകൾ വന്നത്. അവർ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലും മദീനയിലും പ്രബോധന നടക്കുമ്പോൾ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു യമനിൽ അവരുടെ കബീലയിൽ പ്രത്യേകമായി പ്രബോധനം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ദഅവത്ത് ചെയ്തു, ബോധ്യം വരുത്തി, വിശ്വസിപ്പിച്ചു. അങ്ങനെ വലിയൊരു സംഘവുമായാണ് അബൂ മൂസൽ അശ്ശരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഹിജ്റ വന്നതും അവർക്ക് ഖൈബർ യുദ്ധം നടക്കുമ്പോൾ വന്നതാണെങ്കിലും ഖൈബറിലുള്ള ഗനീമത്ത് മുതലിൻ്റെ അവകാശം അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നബി തങ്ങളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈദ്, അദന്, യമനിലെ കടപ്പുറം ഇങ്ങനെയുള്ള പല ഭാഗത്തും നബി തങ്ങൾ ഉദ്യോഗസ്ഥനായി ഗവർണറായി നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു അവരെ കൂഫയുടെ ഗവർണറാക്കിയിട്ടുണ്ട്, ബസറയിലെ ഗവർണറാക്കിയിട്ടുണ്ട്. ധാരാളം യുദ്ധങ്ങളിൽ അവർ ക്യാപ്റ്റനായിട്ടുണ്ട്. ഖാദിസിയ യുദ്ധത്തിൻ്റെ ശേഷം ഏറ്റവും വലിയ മുസ്ലിമീങ്ങൾ നേരിട്ട വെല്ലുവിളിയായിരുന്നല്ലോ തുസ്തർ. ആ തുസ്തർ കീഴടക്കാൻ ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു എന്നത്തെ ക്യാപ്റ്റന്മാരിൽപ്പെട്ട മഹാനാണ്. അവരുടെ വലിയ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. വലിയ യുദ്ധതന്ത്രശാലിയാണ്. ആള് മെല്ലിച്ചിട്ട് താടിയൊന്നും വല്ലാതെ ഇല്ലാത്ത ഒരു രൂപത്തിലുള്ള ആളാണെങ്കിലും വളരെ ധീരനും യോദ്ധാവും യുദ്ധശാലിയും യുദ്ധതന്ത്രശാലിയുമായിരുന്നു അവർ. അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് 360 ഹദീസാണ് ഇമാം അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു അടുത്ത ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 360 ഹദീസ്. അതിൽ 50 ഹദീസ് മുത്തഫഖ് അലൈഹി ആയതുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യാത്തത് 4 എണ്ണവും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാതെ മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്തത് 15 ഹദീസുമാണുള്ളത്. അബൂ മൂസൽ അശ്ശരിയുടെ ശിഷ്യനായിട്ടാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉള്ളത്. അതായത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അബൂ മൂസൽ അശ്ശരിയെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ത്വാരിഖ് ഇബ്നു ശിഹാബ് എന്നവർ, അതുപോലെ താബികളിൽ നിന്നുള്ള ധാരാളം ആളുകൾ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ 9ാമത്തെ പേരക്കുട്ടിയാണ് നമ്മുടെ അശ്ശരിയാക്കളുടെ നേതാവായ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശരിയാക്കൾ എന്നിൽ നിന്നുള്ളവരാണ്, ഞാൻ അവരിൽ നിന്നുള്ളവരാണ് എന്ന് റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞ ഇമാം അശ്ശരി റളിയല്ലാഹു അൻഹു ധാരാളം ചരിത്രങ്ങളും ധാരാളം ഹദീസുകളും ധാരാളം ഇസ്ലാമിൻ്റെ കാര്യങ്ങളും ഉദ്ധരിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മദീനയിൽ വെച്ച് ഫത്വ കൊടുക്കുന്ന 4 പ്രമുഖരിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു. عن أبي موسى رضي الله عنهم أنه قال أبو موسى الأشعري رضي الله عنه പറഞ്ഞു, قالوا صحابത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ. ഏറ്റവും അദബുള്ളൊരു വാക്കാണ്. സഅലു എന്നല്ല, നബി തങ്ങളോട് ചോദിക്കാം. പക്ഷേ ചോദിക്കുന്നവൻ ചോദിക്കപ്പെടുന്നവനോട് ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ ചോദിക്കപ്പെടുന്നവരുമായിട്ടൊരു ചെറിയൊരു കടാക്കട വേണമെന്ന് തോന്നിപ്പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഖാലു, അവർ പറഞ്ഞു. സുആല് പരീക്ഷിക്കാനും ആവാം, ആ നിലക്കൊന്നുമല്ല, അറിയാൻ വേണ്ടി സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞു. ഏറ്റവും അദബുള്ള
നല്ലൊരു പ്രയോഗമാണ് ഈ പ്രയോഗിക്കുന്നത്. കാലു, സ്വഹാബത്തുകൾ പറഞ്ഞു. അർത്ഥം ചോദിച്ചു തന്നെയാണ്, അറിയാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അത് വലിയവരോട് അറിവില്ലാത്ത കാര്യങ്ങൾക്ക് ചോദിക്കാം, അതിനൊക്കെ അർത്ഥം വെക്കാം. എന്നാലും സഅലു എന്ന് പറയുന്നതിനേക്കാളും വളരെ അദബും മര്യാദയുള്ള പ്രയോഗമാണ് ഈ പ്രയോഗിക്കുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുൽ ഇസ്ലാമി അഫ്ളലു, അയ്യുൽ ഇസ്ലാമി അഫ്ളലു. അയ്യ് എന്നുള്ള പ്രയോഗം അത് ഇസ്തിഫാമാണ്. ഇസ്തിഫാമിനെ ജമ്മിലേക്കാണ് ഇളാഫത്ത് ചെയ്യേണ്ടത്. അത് നിയമമാണ്. കുറേ എണ്ണത്തിലേക്കാണ് ചേർക്കേണ്ടത് അയ്യിനെ. ഇവിടെ കാരണം അഫ്ളലാകുമ്പോൾ മഫ്ളൂലും വേണ്ടേ, അപ്പം പലതും കൂടിയതായിരിക്കണം ചോദിക്കേണ്ടത്. അപ്പം ഇവിടെ അയ്യ് എന്നതിൻ്റെയും ഇസ്ലാമ് എന്നതിൻ്റെയും ഇടയിൽ ഒരു മുളാഫ് കൂട്ടിക്കൊടുക്കേണ്ടതുണ്ട്. കൂട്ടിക്കൊടുക്കണമെന്ന് മറുപടിയിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ എന്താ അർത്ഥം? അയ്യു അസ്ഹാബിൽ ഇസ്ലാമി, അല്ലെങ്കിൽ അയ്യു ദവിൽ ഇസ്ലാമി, മുസ്ലിമീങ്ങളിൽ വെച്ച്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വക്താക്കളിൽ വെച്ച് ഏറ്റവും അഫ്ളലായത് ആരാണ്? അവിടെ അഫ്ളലു എന്നതിന് മുഫദ്ദൽ അലൈഹി ഉണ്ടാകും. മുഫദ്ദൽ അലൈഹി ഒന്നിരിക്കൽ അലിഫ്ലാമും ഇല്ല, ഇളാഫത്തും ഇല്ലെങ്കിൽ മുഫദ്ദൽ അലൈഹിനെ പറയണം. അല്ലെങ്കിൽ പറഞ്ഞു അറിയപ്പെട്ടതാണെങ്കിൽ കളയും ചെയ്യാം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കാരണന്മാർ കളയും ചെയ്യാം. അപ്പോൾ അയ്യുൽ ഇസ്ലാമി, മുസ്ലിമീങ്ങളിൽ ഇസ്ലാമുടയവരിൽ വെച്ച്, അതായത് മുസ്ലിമീങ്ങളിൽ വെച്ച് ആരാണ് അഫ്ളലു, ഏറ്റവും പോരിശയായവർ മറ്റുള്ളവരെക്കാൾ? ഇതാ ചോദ്യം. അവിടെ അയ്യ് ഇസ്തിഫാമാണ്. അയ്യിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അയ്യ് 5 കോലത്തിൽ അയ്യ് വരും. ഒന്ന് ഷർത്തായിട്ട് അയ്യ് വരും. ഖുർആനിൽ കാണാം, അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ എന്ത് തന്നെ വിളിച്ചാലും. തദ്ഉ എന്ന് പറഞ്ഞ ജാസിമായ അയ്യ്, എന്തിനെ തന്നെ വിളിച്ചാലും ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവിടെ ഷർത്തിനിക്കാണ്. അയ്യമൽ അജലൈനി ഖളൈതു ഫലാ ഉദ്വാന അലയ്യ, 2 അവധിയിൽ നിന്ന് ഏത് ഞാൻ നിർവഹിച്ചാൽ, ഞാൻ വീട്ടിയാലും ഏത് ഞാൻ നിർവഹിച്ചാലും ഫലാ ഉദ്വാന അലയ്യ, അവിടെ അയ്യ് ഏതാണ്? ഷർത്തിയായ അയ്യാണ്. പിന്നെ മൗസൂലായിട്ട് വരും. ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا. അവിടെ ഈ അയ്യുഹും എന്ന അയ്യ് ലനൻസിഅന്ന എന്നതിൻ്റെ മഫ്ഊലാണ്. അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇത്തിയാ, ഓരോരോ പാർട്ടിയിൽ നിന്നും നാം തെരഞ്ഞു പിടിക്കും. അയ്യുഹും അവരിൽ നിന്നും ഒരു വിഭാഗത്തെ. അവർ റഹ്മാനായ അല്ലാഹു തആലാന്റെ മേലിൽ ധിക്കാരം കാട്ടലിനാൽ ഏറ്റവും ശക്തരാണ്, വലിയ ഭീകരരാണ്. അങ്ങനെയുള്ള വിഭാഗത്തെ തിരഞ്ഞു പിടിക്കും. ആ അയ്യോ എന്ന് പറയുന്നത് ഇവിടെ മൗസൂലാണ്. ഇനി നക്കിറക്ക് സിഫത്തായിട്ട് അയ്യ് വരും. സൈദുൻ റജുലുൻ അയ്യു റജുലിൻ. സാധാരണ വലിയ തഫ്സീറിൽ, അബൂ സഈദ് പോലുള്ള തഫ്സീറിൽ, വലിയ ഫുസഹായിൻ്റെ കലാമിൽ ഉപയോഗിക്കുന്നതാണത്. നക്കിറക്ക് സിഫത്തായിട്ട് കമാലിൻ്റെ മാനാക്ക്. സൈദുൻ റജുലുൻ, സൈദാകുന്ന റജുലുൻ ഒരു പുരുഷനാണ്. അയ്യു റജുലിൻ കാമിലായ റജുലാണ്. ആ അയ്യ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണത്. മഅരിഫക്കുള്ള ഹാലായിട്ടും അയ്യ് വരും. മറർത്തു ബി അബ്ദില്ലാഹി അയ്യ റജുലിൻ, അബ്ദുല്ലാന്റെ അടുത്ത് കൂടി ഞാൻ നടന്നു. ആരാണ് അയ്യ അബ്ദുല്ല? അയ്യ റജുലിൻ, പരിപൂർണനായ സ്ഥിതിയിൽ. ഇപ്പം നക്കിറന്റെ ശേഷാവുമ്പോൾ സിഫത്താകും, മഅരിഫന്റെ ശേഷാവുമ്പം ഹാലുമാകും. പിന്നെ അല്ലുള്ള ഒന്നിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്, ഉസ്ലത്തിന് വേണ്ടിയിട്ട് അയ്യിനെ ഉപയോഗിക്കും. അപ്പം അത് സായിദായ അർഫായിരിക്കും. അലിഫ്ലാമുള്ള ഒന്നിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി
ഉസിലത്തിൻ്റെ അല്ല് അയ്യേത് പറയും. ഉദാഹരണം യാ അയ്യുഹർ റജുലു, അവിടെ യാ അയ്യർ റജുലു എന്ന് പറയുന്നതിന് പകരം അവിടെ അയ്യുഹ കൊടുത്തുകൊണ്ട് പറയൽ, അതാണ് അവിടുത്തെ ശൈലി. യാ അയ്യുഹർ റജുൽ, ആ അയ്യനെ പറ്റി പറയല് അലിഫ്ലാമുള്ളതിലേക്ക് എത്തിപ്പെടാനുള്ള ഉസ്ലത്തിൻ്റെ അയ്യ്. അഞ്ചാമത്തെ അയ്യ് ഇസ്തിഫാം, അതിവിടെ ഉപയോഗിച്ച മാതിരി തന്നെ അയ്യുൽ ഇസ്ലാമി അഫ്ദുള്ള മാതിരി തന്നെ സാധാരണ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അപ്പോൾ ഈ അയ്യ് 5 രൂപത്തിലുണ്ട്. വളരെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ അയ്യുൽ ഇസ്ലാമി അഫ്ദലു എന്ന ചോദ്യം മുഫദ്ദലായി കളയപ്പെട്ടതാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ദലായ ഒരു ആര് എന്ന് ചോദിച്ചാൽ മൻ ഒരുത്തനാണ്. സലിമൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു, മിൻ ലിസാനിഹി അവൻ്റെ നാവിൻ്റെ ഷർറിനെ തൊട്ട്, വയദിഹി അവൻ്റെ കയ്യിൻ്റെ കുഴപ്പങ്ങളെ തൊട്ടും രക്ഷപ്പെട്ടവൻ, അവനാണ് മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും പോരിശയായവൻ. ഇതിനെപ്പറ്റി നമ്മൾ മുമ്പ് തൊട്ടുമുമ്പത്തെ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയൻ്റെ കാലത്ത് ആരെ തന്നെ കൊത്തിവലിക്കുന്ന ഈ കഴുകന്മാരെക്കാളും മനുഷ്യൻ്റെ ഇന്നത്തെ പണി എന്താ? രാഷ്ട്രീയക്കാരനായാലും മതസംഘടനക്കാരനാണെങ്കിലും ഇനി വെറും ഒരു യൂട്യൂബർ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവൻ മറ്റുള്ളവരെ കൊത്തിവലിക്കുന്ന സ്വഭാവം. പ്രാസംഗികനാണോ അവൻ്റെ പണി കൊത്തിവലി തന്നെ. അങ്ങനെ കൊത്തിവലിക്കുന്നവൻ മുസ്ലിമാവൂല, പൂർണ്ണനായ മുസ്ലിമാവൂല. അത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് നാവ് അടക്കി വെക്കണം, കയ്യും അടക്കി വെക്കണം. ഇത് രണ്ടും വലിയ അപകടം പിടിച്ച സംഗതിയാണ്. ഇസ്ലാമിൻ്റെ പട്ടികയിൽ ഈമാനില്ലാത്തവനായി വരും. ബുഖാരി പറയുന്നത് പ്രകാരം കൗലും അമലും ഈമാനിൽ പെട്ടതാണ്. അത് തന്നെയാണ് ഇസ്ലാമും, അത് തന്നെയാണ്. അതുകൊണ്ട് കൈ, നാവ് ഇത് രണ്ടുകൊണ്ടും മുസ്ലിമീങ്ങളെ വിമർശിച്ചാൽ, കൈ കൊണ്ടുള്ള വിമർശനത്തിൻ്റെ എതിർപ്പിൻ്റെ ഭാഗമാണ് ഏതെങ്കിലും അംക്കുകൾ എന്തെങ്കിലും എഴുതി വിടും. അത് വാട്സപ്പിലോ യൂട്യൂബിലോ ആയിട്ട് ഷെയർ ചെയ്താൽ അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞോ അറിയാതെയോ ഉള്ളത് ഒരാളെ സംബന്ധിച്ച് പറയുന്ന എനിക്കാണല്ലോ അയാൾക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞേക്കാണല്ലോ ഗൈബത്ത്. ഇവിടെ ഈ പറഞ്ഞു നടക്കുന്ന അതീത കാര്യങ്ങളിലോ ദീനിൻ്റെ വളർച്ചക്കോ ദീനിൻ്റെ പുരോഗതിക്കോ ദീനിൻ്റെ ദൈവത്തിനോ ആവശ്യമുള്ളതല്ല ഇവിടെ പറയുന്നത്. മഹാന്മാരായ ഔംബിയാ മുഹദ്ദിസീങ്ങൾ അവർ ചില ആളുകളെ സംബന്ധിച്ച് വിലയിരുത്തും, അവരിതിന് കൊള്ളാത്തവരാണെന്ന്. അത് പഠിച്ച് അവർ സമൂഹം വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി നിരൂപിക്കൽ, അവർക്ക് ഉള്ളത് പറയൽ, കൊള്ളാത്തവനെ പറയൽ നിർബന്ധമായ സാഹചര്യമാണ്. ഇത്തരം ദീനിൻ്റെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ, കള്ളത്തരങ്ങൾ കടന്നുകൂടാതിരിക്കാൻ വേണ്ടി അവർക്കത് ആവശ്യമാണ്. നേരെ മറിച്ച് അങ്ങനെയുള്ള ഒരു കാര്യവുമല്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്നവർ, രാവിലെ ഒന്ന് പറയും, വൈകുന്നേരം മറ്റൊന്ന് പറയും, ഉച്ചക്ക് മറ്റതിൻ്റെ അപ്പുറം ഒന്ന് പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ നാസിഖും മൻസൂഖുമായി പറയുന്ന ഈ ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയയെ അനാവശ്യമായി വെറുതെ ഒരു പണിയില്ലാത്തവർക്കുള്ള പണിയായി ഉപയോഗിക്കുന്നവർ, അവർ ശ്രദ്ധിക്കണം. അവർ യഥാർത്ഥ മുസ്ലിമാവൂല. മുസ്ലിമാവണോ? മുസ്ലിമീങ്ങൾ അവൻ്റെ ലിസാനെ തൊട്ടും ഇതിനെ തൊട്ടും രക്ഷപ്പെട്ടേ വരുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിനെയും കരങ്ങളെയും ശരീരങ്ങളെയും സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.